ജൂൺ 4-ന് ശേഷം കോൺഗ്രസിനെ സംബന്ധിച്ച് ശരിക്കും ഒരു പൊട്ടിത്തെറി ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ആര് കോൺഗ്രസിൽ ഇപ്പോൾ ബാക്കിയുണ്ടെന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ ഇനിയും ഈ ഒരു സ്റ്റാറ്റസ് ക്വോ തന്നെ തുടരാനാണ് സാധ്യത. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഗാന്ധി കുടുംബത്തിന് പുറത്തൊരു നേതാവിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല, പ്രായോഗികമല്ല. പറ്റായിട്ടല്ല, നല്ല നേതാക്കളുണ്ട്. നമുക്കെന്നെ അറിയാലോ, കോൺഗ്രസ് ഇപ്പം ഭാരത് ജോഡോ യാത്ര, ആദ്യത്തെ ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ടാണ് കർണാടക പിടിച്ചെന്നാണ് രാഹുലിൻ്റെ ആൾക്കാരെല്ലാം പറയുന്നത്. പക്ഷേ സത്യത്തിൽ അവിടെ സിദ്ധരാമയ്യയുടെ ഒരു അഹിന്ദ ഇതും പിന്നെ ഡി കെ ശിവകുമാറിൻ്റെ ഒരു മസിൽ പവറും മണി പവറും പവർ പൊളിറ്റിക്സ് ഒക്കെ ആയിട്ടാണ് കർണാടക പിടിച്ചത്. പക്ഷേ പിന്നീട് സംഭവിച്ചെന്താ, ഇതേ യാത്ര കടന്നുപോയ മധ്യപ്രദേശിലും രാജസ്ഥാനിലും തകർന്നടിഞ്ഞു. നമുക്ക് പറയാം കോൺഗ്രസിൽ ഒരു റിവൈവലിസം അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ ഈ ഗാന്ധി കുടുംബത്തിന് പുറത്തേക്ക് എന്ത്? ഇനി എനിക്ക് തോന്നുന്നു ഈ പ്രിയങ്ക രാഹുൽ എന്നുള്ള രീതിയിലേക്ക് രണ്ട് അച്ചുതണ്ടായിട്ട് കോൺഗ്രസ് മാറാൻ സാധ്യതയുണ്ട്. ഇനി അതിലെ പവർ പൊളിറ്റിക്സ് എങ്ങനെ വരും എന്നുള്ളതായിരിക്കും വരും ദിവസങ്ങളിൽ ചർച്ച. ചുരുക്കം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ഇനി ഒരു രക്ഷയുള്ളത് ബി ജെ പി പോകുക എന്നുള്ളതാണോ? രാഹുൽ ബി ജെ പി പോവുകയാണെങ്കിൽ പിന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഏറ്റവും വലിയ അസറ്റ് നഷ്ടപ്പെടും.